ഹലോ സ്റ്റുഡൻസ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ലോങ് ടേം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതിലേക്ക് കുറച്ച് എക്കണോമിക്സ് കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവുക. ഇൻഫ്ലേഷൻ റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ബന്ധം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയും. ഓരോ രാജ്യത്തെ മോണിറ്ററി പോളിസീസാണ് ആ രാജ്യത്തെ എന്ത് ഫിക്സ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെൻറ് കൂട്ടുകയാണെങ്കിൽ, മോണിറ്ററി പോളിസി വഴി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ച് ആയിരിക്കും വരിക? ഇൻഫ്ലേഷൻ കൂടുവോ കുറയുമോ? അതുപോലെ ഈ ബോണ്ട്, ഷെയർസ് ഇതുപോലത്തെ അസറ്റ്സിന്, നമ്മൾ ബോണ്ടിൻ്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇൻഫ്ലേഷൻ ഹെഡിങ് തന്നെ നോക്കുക. റിലേഷൻഷിപ്പാണ് പറഞ്ഞേക്കുന്നത്. ആരുടെയൊക്കെ? ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും പ്രൈസസും. എന്തിൻ്റെ പ്രൈസ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ബോണ്ട്, ഷെയർസ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പ്രൈസും ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ തമ്മിലുള്ള ബന്ധം. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം. ആദ്യം തന്നെ നോക്കുന്നത് ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും. ആദ്യം നമുക്കത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ അസറ്റ്സിൻ്റെ പ്രൈസിലേക്ക് നമുക്ക് വരാം. ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. വളരെ എല്ലാവർക്കും അറിയാം. സിമ്പിളി പറഞ്ഞാൽ പണപ്പെരുപ്പം. പർച്ചേസിങ് പവർ ഓഫ് മണി എന്താവും? കുറയും. കണ്ടോ? റൈസസ് ഇൻ പ്രൈസസ്, വിലകയറ്റം സംഭവിക്കും. അതുകൊണ്ട് തന്നെ പൈസയുടെ പർച്ചേസിങ് പവർ എന്താവും? കുറയും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പണപ്പെരുപ്പമാണ്, വിലക്കയറ്റമാണ്. ഒരേ സാധനങ്ങൾക്ക് വില കൂടി പോവുക. ഇന്ന് നിനക്ക് 100 രൂപയ്ക്ക് ഒരു എന്താ പറയുക, 100 രൂപയ്ക്ക് എന്താടാ മേടിക്കാൻ പറ്റുന്നത്? ഇന്ന് 100 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കാമെന്ന് വിചാരിക്കും. 105 രൂപയാണ്. 100 രൂപയ്ക്ക് അടിക്കാമെന്ന് വെച്ച് ഭയങ്കരമായിട്ട് വിലകയറ്റം വന്നു. ഇപ്പം 150 രൂപ ഉണ്ടെങ്കിലേ പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താ? 100 രൂപയ്ക്ക് നിനക്ക് മേടിക്കാമായിരുന്ന പെട്രോളിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. നേരത്തെ 1 ലിറ്റർ കിട്ടുമായിരുന്നു, ഇന്ന് 100 രൂപയ്ക്ക് 1 ലിറ്റർ കിട്ടില്ല. സോ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ? പണപ്പെരുപ്പം, വിലക്കയറ്റം സംഭവിക്കുന്നത് വഴി പർച്ചേസിങ് പവർ ഓഫ് മണി കുറയുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. ആൻഡ് ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷനും തമ്മിൽ. അതായത് ഇൻഫ്ലേഷൻ കൂടും എപ്പോൾ? ഇൻട്രസ്റ്റ് കുറയുമ്പോൾ. ആൻഡ് വൈസ് വേഴ്സ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടും. ഇങ്ങനെ വൈസ് വേഴ്സയാണ് ഇവരുടെ ബന്ധം പോകുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഇതൊരു കഥ പോലെ, ഞാൻ ഈ നോട്ട്സിൽ കൊടുത്തേക്കുന്ന പോലെ കഥ പോലെ കണക്ട് ചെയ്ത് വായിക്കണം കേട്ടോ. അപ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ഓക്കെ, ഇത് മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളിത് വായിക്കുക. സ്ക്രീനിൽ എന്നെ നോക്കണ്ട, നിങ്ങൾ വായിച്ച് കൂടെ പോവുക. കൂടെ എൻ്റെ വോയിസ് മാത്രം കേട്ടാൽ മതി. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആയിട്ടുള്ളപ്പോൾ, ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കുറവാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ബോറോ ചെയ്യാൻ പറ്റുന്നത് ചീപ്പായിരിക്കും. മുന്നേ 10% ഇൻട്രസ്റ്റിനൊക്കെയാണ് ഞാൻ ബാങ്കിൽ നിന്ന് എന്തെടുത്തുകൊണ്ടിരുന്നത്? ലോൺ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10 വേണ്ട, വെറും 2% എനിക്ക് എന്ത് കിട്ടുക? ബാങ്ക് ലോൺ കിട്ടുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തിനാ വെറുതെ ഇരിക്കുന്നത്? വെറും 2% പലിശ കൊടുത്താൽ പോരെ. വെറും 2%. പോയി 1 ലക്ഷം രൂപ അങ്ങ് ലോൺ എടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തി കുറച്ച് പ്രോഫിറ്റ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും, അല്ലേ? ബോറോയിങ് വളരെ ചീപ്പാവുമ്പോൾ ആൾക്കാർ പോയി കുറേ പൈസ ബോറോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താവും? കൂടുതലാവും. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ റിട്ടേണും കിട്ടും. അതുകൊണ്ട് ഹൗസ് ഹോൾഡ്സ്, അവിടെയുള്ള ആൾക്കാരുടെ സ്പെൻഡിങ് എന്താവും? കൂടുതലാവും. ഇതുപോലെ കഥയായിട്ട് പഠിച്ചേ. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണെങ്കിൽ ചെറിയ പലിശയ്ക്ക് നമുക്ക് ക്യാപിറ്റൽ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി ബോറോ ചെയ്യാൻ തുടങ്ങും, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ വെറുതെ ചെറിയ ഇൻട്രസ്റ്റ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ബോറോ ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും നല്ല രീതിയിൽ. അപ്പോൾ മാർക്കറ്റിലുള്ള പൈസ, മണി കൂടുതലാണ്. മാർക്കറ്റിൽ കൂടുതൽ മണി കിടന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? എക്കോണമി എക്സ്പാൻഡ് ആവും. അപ്പോൾ എംപ്ലോയ്മെൻ്റ് ഒക്കെ എന്താവും?
കൂടും. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. കാരണം ഇത്രയും പൈസ കിടക്കുകയല്ലേ, ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇനിയും കൂടുതൽ സ്റ്റാഫിനെയും എംപ്ലോയ്മെൻറ്റ് ആവശ്യം വരും. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടാൻ തുടങ്ങും. എല്ലാവർക്കും ജോലി കിട്ടിയാൽ എന്താവും? എല്ലാവരുടെയും കയ്യിലേക്ക് പൈസ വരും. എല്ലാവരുടെയും കയ്യിലേക്ക് പൈസ വന്ന് എല്ലാവരും പോയി ഒരു സാധനം മേടിക്കാൻ പോവുക. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യം, നമുക്ക് ഫുഡ് കഴിക്കാൻ അരി വേണം. എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്, നാട്ടിലെല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്. എല്ലാവരും ഒരുമിച്ച് വന്ന് ചോദിക്കുക ഒരേ സാധനം. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുതലായി പോകും. എല്ലാവരുടെയും കയ്യിൽ പൈസ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ ലക്ഷറീസും എല്ലാ കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ അത്രയും കൊടുക്കാൻ മാർക്കറ്റിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുതലായി പോകും. ഡിമാൻഡ് വല്ലാണ്ട് കൂടിയാൽ പ്രൈസ് കൂടും. അതെങ്ങനെയാണ്? ഇപ്പം എൻ്റെ കയ്യിൽ ആകെ 3 കാൽക്കുലേറ്ററേ ഉള്ളൂ. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 500. പക്ഷേ എല്ലാവരുടെയും കയ്യിൽ, മാർക്കറ്റിൽ എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ട്. ഒരാൾ വന്ന് പറയുക 500 അല്ലേ, വേണ്ട, ഞാൻ 1000 രൂപയ്ക്ക് ഇത് മേടിച്ചോളാം എന്ന് പറയുക. 1000 രൂപ. അപ്പോൾ ഞാൻ എന്ത് പറയും? ഓക്കെ, 1000-ന് തന്നേക്ക്, ഞാൻ കൊടുക്കാമെന്ന് പറയും. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിട്ട് കൂടി? 500-ൽ നിന്ന് നേരെ 1000 കൂടി. അത് പ്രൈസസ് കൂടി. അതാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുക? ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യുക. ഇതുപോലെ ഒരു കഥയായിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇതുപോലെ ഒരു കഥയായിട്ട് സിമ്പിൾ. ഈ വീഡിയോയും കുറച്ച് ലെങ്തി ആവും, കാരണം കുറച്ച് എക്കണോമിക്സ്, കുറച്ച് ബേസിക്സ്, കുറച്ച് മോണിറ്ററി പോളിസി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിങ്ങനെ ഒരു കഥ പോലെ വായിച്ചു നോക്കിക്കേ. ഇൻട്രസ്റ്റ് ഭയങ്കര കുറവാണ്. ചെറിയ കോസ്റ്റിന് നമുക്ക് പൈസ കിട്ടുക. അപ്പോൾ എല്ലാവരും പോയി ബോറോ ചെയ്യാൻ തുടങ്ങും. എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് പൈസയായി. എല്ലാവരും കുറേ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. സോ എല്ലാവർക്കും ജോലി കിട്ടാൻ തുടങ്ങും. എല്ലാവരുടെയും കയ്യിൽ പൈസയായി. കാരണം ചെറിയ പലിശയ്ക്ക് കിട്ടും. അപ്പോൾ എന്ത് പറ്റും? ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് കൂടും. അത്രയും കൊടുക്കാനുള്ള സപ്ലൈ ഉണ്ടാവില്ല. ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെങ്കിലും ആകെ എൻ്റെ കയ്യിൽ 10 കാൽക്കുലേറ്ററേ ഉള്ളൂ. ഈ 10 കാൽക്കുലേറ്റർ വേണ്ട 30 ആൾക്കാർ വന്നു. അപ്പോൾ 30 ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ പൈസ തരുന്ന 10 പേർക്ക് ഞാൻ ഈ കാൽക്കുലേറ്റർ കൊടുക്കും. അതുവഴി പ്രൈസ് ഹൈ ആയി, ഇൻഫ്ലേഷൻ സംഭവിച്ചു. ഇതാണ് കഥ. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇൻഫ്ലേഷൻ കൂടും. ഇനി നേരെ ഓപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? നേരെ ഓപ്പോസിറ്റ്. നേരത്തെ 6% കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 20% ഇൻട്രസ്റ്റിനെ എനിക്ക് ക്യാപിറ്റൽ കിട്ടുകയുള്ളൂ. ആരെങ്കിലും പോയി പൈസ എടുക്കുമോ? ഇല്ല. ബോറോയിങ് എന്നുള്ളത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആ നാട്ടിൽ കുറവായിരിക്കും, സ്പെൻഡിങ്ങും കുറവായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? എക്കോണമി എക്സ്പാൻഡ് ആവില്ല, കോൺട്രാക്റ്റ് ആവാൻ തുടങ്ങും. എക്കോണമി ഭയങ്കര സ്ലോ ആവാൻ തുടങ്ങും. അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. കാരണം ആരുടെയും കയ്യിൽ പൈസ ഇല്ലടാ. ആരുടെയും കയ്യിൽ പൈസ ഇല്ല. പൈസ ഉള്ളപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കും, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. കാരണം എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ട്, എല്ലാവരും വന്ന് സാധനം മേടിച്ചോളും. ഇവിടെ ഇപ്പോൾ ആരുടെയും കയ്യിൽ പൈസ ഇല്ല. ഉള്ള പണിക്കാർക്ക് സാലറി കൊടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഉള്ളവരെയും കൂടെ പിരിച്ചു വിടാൻ തുടങ്ങും. അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ കൂടും. അപ്പോൾ ഡിമാൻഡ് ഉണ്ടാവില്ല. ആരുടെയും കയ്യിൽ പൈസ ഇല്ല. ലെസ് ഡിമാൻഡാണ്. 10 കാൽക്കുലേറ്റർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് വെക്കാൻ വെച്ചേക്കുക. ആരുടെയും കയ്യിൽ പൈസ ഇല്ല. ആകെ 5 പേരേ വന്നുള്ളൂ. എന്നിട്ട് പറയുക 500 ഒന്നുമില്ല, വേണമെങ്കിൽ ഒരു 300 തരാം. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആകെ വന്നതേ 5 പേരാ. 10 കാൽക്കുലേറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് ആകെ വന്നതേ 5 പേരാ. അവർ തരാൻ അവരുടെ കയ്യിൽ ആകെ 300 ഉള്ളൂ. സോ ഞാൻ 300-ന് കൊടുത്ത് വിൽക്കും. ഇൻഫ്ലേഷൻ എന്താവും? കുറയും. ഇതാണ് അതിൻ്റെ ബന്ധം. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടും. ക്ലിയർ ആണോ? മനസ്സിലായിട്ടില്ലേ? ഇനി നമുക്ക് ഈ റോൾ ഓഫ് സെൻട്രൽ ബാങ്ക് എന്താണെന്ന് നോക്കാം. ഈ സെൻട്രൽ ബാങ്കിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ സെൻട്രൽ ബാങ്ക് ആണ്. നമുക്ക് സെൻട്രൽ ബാങ്ക് US-ലെ കാര്യം എടുത്താൽ US-ലെ ഫെഡറൽ റിസർവ് ബാങ്ക്, ഫെഡറൽ റിസർവ് ബാങ്ക് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്ന് മോണിറ്ററി പോളിസി ഫിക്സ് ചെയ്യുന്നത്. മോണിറ്ററി പോളിസിയിലൂടെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുക. സോ അവരുടെ റോൾ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റോള്. നാട്ടിലെ പണപ്പെരുപ്പം, വിലകയറ്റം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ബാങ്കിൻ്റെ റോള്. ഏത് വഴി? മോണിറ്ററി പോളിസി വഴി. എങ്ങനെ? ഇൻട്രസ്റ്റ് റേറ്റ് ഉപയോഗിച്ച്. ഓപ്പൺ മാർക്കറ്റിൽ ഓപ്പറേഷൻസ് എന്താണെന്ന് ഇത്രേ ഉള്ളൂ, പിന്നെ പറയണ്ട, ഇപ്പം തന്നെ പറയാം. ഓപ്പൺ മാർക്കറ്റാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് സെൻട്രൽ ബാങ്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യും, മേടിക്കുകയും ചെയ്യും. അതുവഴി അവർ മാർക്കറ്റിലേക്ക് ഫണ്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്യും, മാർക്കറ്റിൽ നിന്ന് ഫണ്ട് എടുക്കുകയും ചെയ്യും. അവർ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി മേടിക്കുകയാണെങ്കിൽ അവർ ആ സെക്യൂരിറ്റി അങ്ങ് മേടിച്ചിട്ട് കുറച്ച് ക്യാഷ് അങ്ങ് ഇട്ടു.
ആ പൈസ മാർക്കറ്റിൽ കിടന്ന് കളിച്ചോളും. ഇല്ല, കുറേ പൈസ ഉണ്ടെന്ന് തോന്നിയാൽ അവരിതങ്ങ് വിൽക്കും. ആ ബോണ്ട് അങ്ങ് തിരിച്ചിട്ടിട്ട് പൈസ അവരങ്ങ് തിരിച്ചെടുക്കും. അപ്പോൾ പൈസ കുറഞ്ഞു, കാര്യങ്ങൾ പൈസ സമൂഹത്തിൽ ഓടുന്ന, എക്കോണമിയിൽ ഓടുന്ന പൈസ കുറഞ്ഞോളും. സോ അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എക്കോണമീനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? ബൈ ചെയ്യും. ഈ സെൻട്രൽ ബാങ്ക് തന്നെ പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് അങ്ങ് മേടിച്ചിട്ട് കുറച്ച് മണി അങ്ങോട്ട് മാർക്കറ്റിൽ ഇടും. കണ്ടോ? അപ്പോൾ എക്കോണമിയിൽ മണി കൂടുതലാണ്, കുറേ പൈസ ഉള്ളപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കാൻ പറ്റുമോ? കാരണം അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പൈസ അവൈലബിളാണ്. ഇൻട്രസ്റ്റ് റേറ്റും നോക്കണ്ടേടാ. ബാങ്ക് പറയുക 15% പലിശ തന്നാലേ നിങ്ങൾക്ക് ഞാൻ ക്യാപിറ്റൽ തരുള്ളൂ എന്ന്. അപ്പുറം വേറൊരു സ്ഥലത്ത് നിന്ന് 10% കിട്ടുമെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് പോവില്ലേ? സോ എക്കോണമിയിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കാൻ പറ്റില്ല, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് വെക്കാനേ പറ്റുള്ളൂ. സോ ഇൻട്രസ്റ്റ് റേറ്റ് എന്താവും? കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇൻഫ്ലേഷൻ കൂടും. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ഇൻഫ്ലേഷൻ കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടും. സോ എക്കോണമീനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ചെയ്യുക. ഗവൺമെൻറ് അല്ല, സെൻട്രൽ ബാങ്ക്, അതായത് US ഫെഡറൽ റിസർവ് ബാങ്ക് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവർ പോയി ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് അങ്ങ് മേടിച്ചിട്ട് കുറച്ച് പൈസ എക്കോണമിയിൽ ഇടും. എക്കോണമിയിൽ പൈസ ആവശ്യത്തിൽ അധികം ഉണ്ടെങ്കിൽ, മോർ മണി ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് താഴും. ഇൻട്രസ്റ്റ് റേറ്റ് താഴുമ്പോൾ ഇൻഫ്ലേഷൻ കൂടും. അതാണ് നേരത്തെ പഠിച്ചത്. ഇൻട്രസ്റ്റ് റേറ്റ് താഴെയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും പൈസ ബോറോ ചെയ്യാൻ തുടങ്ങും, അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. സോ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടും, ഇൻഫ്ലേഷനിലേക്ക് എത്തും. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്തിട്ട് പൈസ ഇൻജെക്റ്റ് ചെയ്യും. ഇനി ഇൻഫ്ലേഷൻ കൂടുക എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഈ ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. അവർ പോയിട്ട് അങ്ങ് എന്ത് ചെയ്യും? സെല്ല് ചെയ്ത് കളയും. അവർ മേടിച്ച ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫുള്ള് അങ്ങ് സെല്ല് ചെയ്ത് കളയും. അപ്പോൾ എന്താ സംഭവിക്കുക? അവർ മാർക്കറ്റിലായിട്ട് ആ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അങ്ങ് ഇട്ടു, എന്നിട്ട് അവർ ഇട്ടിരുന്ന പൈസ അവർ തിരിച്ചുകൊണ്ട് അങ്ങ് എടുത്തു. മനസ്സിലായില്ലേ? ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് അവർ സമൂഹത്തിലിട്ട്, എക്കോണമിയിട്ട് അങ്ങ് തിരിച്ചങ്ങ് ഇട്ടിട്ട് അവരിട്ടിരുന്ന ക്യാഷ് അവരങ്ങ് തിരിച്ചെടുത്തു. ഇപ്പം എന്താ സംഭവം? എക്കോണമിയിൽ, മാർക്കറ്റിൽ മണി കുറവാണ്. കുറച്ച് മണിയെ എക്കോണമിയിൽ കിടന്ന് ഓടുന്നുള്ളൂ, കുറച്ച് പൈസ എക്കോണമിയിൽ കിടന്ന് ഓടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. കുറച്ച് പൈസയല്ലേ ഉള്ളൂ, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ചോദിച്ചാലും ആൾക്കാർ എടുക്കും. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ സാധാരണക്കാരൊന്നും ബോറോ ചെയ്യാൻ പോവില്ല, ബോറോയിങ് കുറയും. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനും കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ എന്തായാലും ഇൻഫ്ലേഷൻ കുറയുമല്ലോ. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാകുമ്പോൾ അധികം ആൾക്കാർ ബോറോ ചെയ്യാൻ പോവില്ല, അധികം ആൾക്കാരുടെ കയ്യിൽ പൈസയൊന്നുമില്ല. സോ ആൾക്കാർക്ക് ഡിമാൻഡ് കുറവായിരിക്കും. ഡിമാൻഡ് കുറവായതുകൊണ്ട് പ്രൈസ് താഴും, അതായത് ഇൻഫ്ലേഷൻ കുറയും. ഇതാണ് ബന്ധം. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, എക്കോണമീനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ പൈസ ഇൻജെക്റ്റ് ചെയ്യും. എങ്ങനെ? കുറച്ച് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അങ്ങ് ബൈ ചെയ്തിട്ട് പൈസ ഇൻജെക്റ്റ് ചെയ്യും. കുറേ പൈസയായി, എക്സ്പാൻഡായി, ഇൻട്രസ്റ്റ് റേറ്റ് താഴും, ഇൻഫ്ലേഷൻ കൂടും. ഇനി അല്ല, എക്കോണമീനെ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ അവർ ആ മേടിച്ചിരുന്ന ഷെയറില്ലേ അതങ്ങ് സെല്ല് ചെയ്യും. എന്നിട്ട് കുറച്ച് പൈസ എക്കോണമിയിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോകും. സോ മാർക്കറ്റിൽ മണി വളരെ കുറവാണ്. മാർക്കറ്റിൽ മണി വളരെ കുറച്ച് പൈസയെ മാർക്കറ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് കൂടും. കുറച്ച് ആൾക്കാരെ ബോറോ ചെയ്യുള്ളൂ, ആൾക്കാരുടെ കയ്യിൽ പൈസ കുറവാണ്, ഡിമാൻഡും കുറവായിരിക്കും, ഇൻഫ്ലേഷൻ വില കുറയും. മനസ്സിലായില്ലേ? ഒരു ഏരിയയും കൂടി ഈ വീഡിയോയിൽ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. വളരെ സിമ്പിൾ ഏരിയ ആണ്. ഇൻട്രസ്റ്റ് റേറ്റും ഈ ബോണ്ടിൻ്റെ ഷെയർസിൻ്റെ ഒക്കെ പ്രൈസും തമ്മിലുള്ള ബന്ധം. ബോണ്ട്, ഷെയർസ് പോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ബന്ധം, അതും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് കുറയും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. മാർക്കറ്റ് റേറ്റ് കൂടുതലാണ് എന്തിനേക്കാളും, സ്റ്റേറ്റഡ് റേറ്റിനേക്കാളും മാർക്കറ്റ് റേറ്റ് കൂടുതലാണ്. അതായത് 6% ആണ് മാർക്കറ്റിലെ റേറ്റ്. നമ്മുടെ പെർസെൻറ്റേജ്, നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ വെറും 4%. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിലല്ലേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ആൾക്കാർ പറയും പുറത്തുനിന്ന് വേറെ ഷെയർ മേടിച്ചാൽ, വേറെ ബോണ്ട് മേടിച്ചാൽ ഞങ്ങൾക്ക് 6% മാർക്കറ്റിൽ നിന്ന് കിട്ടും, നിങ്ങൾ വെറും 4% അല്ലേ തരുന്നുള്ളൂ. സോ 1000 എന്നുള്ള ബോണ്ട് ഞങ്ങൾ വില കുറച്ച് ഒരു 900-നാണെങ്കിൽ മേടിച്ചോളാം എന്ന് പറയും. പ്രൈസ് എന്തായി? താഴത്തേക്ക് പോയി. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാ. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ
പ്രൈസ് ഓഫ് ബോണ്ടും സ്റ്റോക്കും ഒക്കെ കുറയും. റേറ്റ് കൂടുമ്പോൾ ഉള്ള കാര്യം ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ബോൺസ് റേറ്റ് കൂടുതലാണെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ ലെസ് അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം ന്യൂ ബോണ്ട് ഉണ്ടാവും, അതിന് ഹയർ വാല്യൂ ആയിരിക്കും. ഇനി പുതിയ ഇഷ്യൂ ചെയ്യുന്ന ബോൺസ് 6% എന്തായാലും ഇഷ്യൂ ചെയ്യൂ. മാർക്കറ്റിൽ 6% റിട്ടേൺ ഉള്ളപ്പോൾ പുതിയ ഇഷ്യൂ ചെയ്യുന്ന ബോൺസ് 6% റിട്ടേൺ കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആൾക്കാർ ആ 6% ബോണ്ടിൻ്റെ പിറകെ ആയിരിക്കും പോവുക. അല്ലാതെ നമ്മുടെ ഓൾറെഡി ഉള്ള ബോണ്ടിൻ്റെ പ്രൈസ് എന്താവും, താഴത്തേക്ക് പോകും. ഇനി സ്റ്റോക്കിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. എപ്പോഴും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഇൻവെസ്റ്റർക്ക് നല്ലത്? ഐ മീൻ സേഫ്, റിസ്ക് കുറവ്. ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ? ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്നുള്ള പേയ്മെൻറ്റ് അവർക്ക് എന്തായാലും കിട്ടും. മറ്റിടത്ത് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി ഡിവിഡൻഡ് കിട്ടി. അതുകൊണ്ട് അവർക്ക് സേഫ് എന്നുള്ളത് എപ്പോഴും എന്താ, ഡെപ്റ്റ് ഫിനാൻസ് ആണ്. ഡെപ്റ്റിന് ഇപ്പം നല്ല റിട്ടേണും കിട്ടുന്നുണ്ട്. മാർക്കറ്റ് റേറ്റ് നല്ല കൂടുതലാണ്, ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് നല്ല കൂടുതലാണ്. ഇൻട്രസ്റ്റ് റേറ്റ് നല്ല കൂടുതലാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഷെയർ മേടിക്കാൻ പോവോ? ഇല്ല. സേഫും, അതായത് കൺഫേംഡ് അഷ്വേർഡ് ആയിട്ടുള്ള റിട്ടേൺ ഇൻട്രസ്റ്റും കിട്ടും. അതും നല്ല റിട്ടേൺ ആണ്. ഹൈ റേറ്റ് ആണെങ്കിൽ എല്ലാവരും എന്തിൻ്റെ പുറകെ പോകും, ബോണ്ടിൻ്റെ പുറകെ പോകും. അതാണ് സ്റ്റോക്കിൻ്റെയും ഡിമാൻഡ് എന്താവും, ഫോൾ ആവും. സ്റ്റോക്ക് പ്രൈസസ് എന്താവും, താഴും. കാരണം ഇൻവെസ്റ്റേഴ്സ് ഷിഫ്റ്റ് ചെയ്യും എന്തിലേക്ക്, ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതാണ് റേറ്റ് കൂടുമ്പോൾ സംഭവിക്കുന്നത്. ഇനി റേറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ ഒട്ടും റേറ്റ് ഇല്ല. മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 2%. നമ്മൾ സ്റ്റേറ്റ് ചെയ്തിരുന്ന റേറ്റ് 6%. വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറയും, മോനെ നീ വേണമെങ്കിൽ പുതിയ ബോണ്ട് വേണമെങ്കിൽ പോയി മേടിച്ചോ, വെറും 2% റിട്ടേണാണ് നിനക്ക് കിട്ടൂ. എൻ്റെ ബോണ്ടാണ് മേടിക്കുന്നതെങ്കിൽ, 1000 ഫേസ് വാല്യൂ ഉള്ള എൻ്റെ ബോണ്ടാണ് മേടിക്കുന്നതെങ്കിൽ മാർക്കറ്റിനെക്കാളും 4% കൂടുതൽ 6% റിട്ടേണാണ് നിനക്ക് കിട്ടുന്നത്. സോ 1000 പോരാ, വേണമെങ്കിൽ 1200 മേടിച്ചോളാൻ പറയും. സോ റേറ്റ് കുറയും തോറും, മാർക്കറ്റിലെ റേറ്റ് കുറയും തോറും ബോണ്ടിൻ്റെ പ്രൈസ് എന്താവും, കൂടാൻ തുടങ്ങും. കണ്ടോ, ബോണ്ട് പ്രൈസ് റൈസ് ചെയ്യും. കാരണം മാർക്കറ്റ് റേറ്റ് ഭയങ്കര ലോ ആണ്. ഇനി സ്റ്റോക്കിന് എന്താ സംഭവിക്കുക? സ്റ്റോക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആവും. കാരണം ആൾക്കാർ ഒട്ടും പൈസ കിട്ടുന്നില്ലടാ. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും പൈസ കിട്ടുന്നില്ല, 2% റിട്ടേൺ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവരെന്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ തുടങ്ങും? ബോണ്ടിനെക്കാളും അട്രാക്റ്റീവായിട്ട് മാറും സ്റ്റോക്ക്. ഡിമാൻഡ് കൂടും, സ്റ്റോക്കിൻ്റെ പ്രൈസും കൂടും. സോ റേറ്റ് വളരെ കുറവാണെങ്കിൽ സ്റ്റോക്ക് ആയിരിക്കും ആൾക്കാർ പ്രിഫർ ചെയ്യുക. അതിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈസും കൂടും. എപ്പോഴും അങ്ങനെയല്ലേ, ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ബന്ധം, ഇൻവേഴ്സ് റിലേഷൻ. ഇൻട്രസ്റ്റ് കൂടിയാൽ ഇൻഫ്ലേഷൻ കുറയും, ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടും. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ടിൻ്റെയും ഷെയർസിൻ്റെ ഒക്കെ വാല്യൂ തമ്മിലുള്ള ബന്ധം വീണ്ടും ഇൻവേഴ്സ് റിലേഷൻ. ഓക്കെ ആണല്ലോ. ഒരു കാര്യം കൂടെ പഠിച്ചു, സെൻട്രൽ ബാങ്കിൻ്റെ റോള്. മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണോ അതോ കോൺട്രാക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം. എക്സ്പാൻഡ് ആണ് ചെയ്യേണ്ടതെങ്കിൽ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. എങ്ങനെ? കുറച്ച് ബൈ ചെയ്തിട്ട് കുറച്ച് പൈസ അങ്ങ് ഇടും. അല്ല, ഇൻഫ്ലേഷൻ കുറയ്ക്കുക ചെയ്യണമെങ്കിലോ ഇട്ടിരുന്ന പൈസ അങ്ങോട്ട് തിരിച്ചെടുക്കും, എന്നിട്ട് ആ ബോണ്ട് തിരിച്ചങ്ങ് വെക്കും. സോ ഇതാണ് സെൻട്രൽ ബാങ്കിൻ്റെ റോള്. ഇതിൽ നിന്ന് കീ ടേക്ക് അവേ ഫോർ സ്റ്റുഡൻറ്റ്, ഈ മെറ്റീരിയൽ, ഈ ഒരു PDF നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ ഒരു സമ്മപ്പ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു കുട്ടി വീഡിയോ കൂടെ കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവും. സോ അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്രേക്ക് എടുത്തോ, നിർത്താതെ അടുത്ത വീഡിയോയിലേക്ക് പോകും. ഓക്കെ, ഗുഡ് ലക്ക് ഓൾ.